നമസ്കാരം. ബ്രെയിൻ ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈലം ആർത്രോപോഡയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ സെറികൾച്ചർ എന്നുള്ള ഭാഗവും അതുപോലെ തന്നെ ഫൈലം ഒനിക്കോഫ്ലോറയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെറികൾച്ചറിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. സെറികൾച്ചർ എന്താണ്? സെറികൾച്ചർ പല രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ്. ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള സിൽക്ക് ഉൽപാദകർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുകയും അവയിൽ നിന്ന് പട്ട് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിൽക്ക് റെയറിംഗ് ആണ്, അല്ലെങ്കിൽ സിൽക്ക് വേംസിനെ റെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. പട്ടുനൂൽ പുഴുക്കളെ നമ്മൾ വളർത്തുകയും അതിൽ നിന്ന് പട്ട് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണയായി നമ്മൾ സെറികൾച്ചറിൽ ഉപയോഗിക്കുന്ന പട്ടുനൂൽപ്പുഴ ഇനമാണ് നാടൻ പട്ടുനൂൽപ്പുഴു, അതായത് മൾബറി സിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബോംബിക്സ് മോറി എന്നറിയപ്പെടുന്ന പട്ടുനൂൽപ്പുഴു. അതേസമയം എറി, മുഗ, ടസർ പോലുള്ള പട്ടുനൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് വൈൽഡ് സിൽക്കുകളാണ് അതൊക്കെ. അതിന് കുറച്ച് വൈൽഡ് വെറൈറ്റീസ് പട്ടുനൂൽപ്പുഴുക്കളെയും നമ്മൾ വളർത്താറുണ്ട്. ഇതാ ഇവിടെ തന്നിരിക്കുന്നത്, ഇത് മൾബറി സിൽക്ക് വേമാണ്, ഇത് എറി സിൽക്ക് വേമാണ്, ഇത് മുഗ സിൽക്കിന്റെ സിൽക്ക് വേമാണ്, ഇത് ടസർ സിൽക്കിന്റെ സിൽക്ക് വേമാണ്. ഇതേപോലെ തന്നെ അവയുടെ കൊക്കൂണുകൾക്കും യാണിനും ഒക്കെ അവയുടെ സൈസിലും കളറിനും ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, ടെക്സ്ചറിനും ഒക്കെ ഡിഫറൻസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിക്ചറിൽ നിന്ന് ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്കിനി സിൽക്കിന്റെ ഘടന നോക്കാം. എന്താണ് സിൽക്ക്? സിൽക്ക് എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ ചേർന്ന ഒരു ഫൈബറാണ് സിൽക്ക് എന്ന് പറയുന്നത്. ആ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? സെറിസിൻ, ഫൈബ്രോയിൻ. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത പ്രോട്ടീനുകൾ ചേർന്ന ഒരു നാരാണ് സിൽക്ക് എന്നറിയപ്പെടുന്നത്. ഏകദേശം 80% സിൽക്ക് നാരിലെ 80% ഭാഗവും ഫൈബ്രോയിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സെൻട്രൽ പോർഷൻ, കാമ്പിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു സിൽക്ക് ഫൈബർ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രൽ പോർഷനിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഫൈബ്രോയിൻ. ഈ ഫൈബ്രോയിന് ചുറ്റിക്കൊണ്ടാണ് സെറിസിന്റെ ഒരു പാളി കാണപ്പെടുന്നത്. സെറിസിൻ എന്ന് പറയുന്നത് സിൽക്കിന്റെ ഏകദേശം 20% മാത്രമാണ് കാണുക. 80% എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫൈബ്രോയിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാരിലെ സെറിസിൻ പാളി ഉണ്ടല്ലോ, അത് പുറമേ കാണുന്ന പാളിയാണല്ലോ. ഇതില് പലതരത്തിലുള്ള സാന്തോഫിലൊക്കെ പോലെയുള്ള പിഗ്മെന്റുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഈ പട്ടിന്റെ നിറത്തിന് വ്യത്യാസവും വരും. ഓരോ തരം പട്ടിനും വ്യത്യസ്തമായ നിറങ്ങളുണ്ട്. നമുക്ക് നോക്കാം ഓരോ പട്ടിനും എന്തെല്ലാം നിറങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പ് പട്ടിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇതിന്റെ സെൻട്രൽ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബ്രോയിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. അതിന്റെ ചുറ്റിനും സെറിസിന്റെ ഒരു ലെയർ കാണും, 3 ലെയർ സെറിസിൻ കാണും. കൂടാണ്ട് ചില പിഗ്മെന്റ്സും സെറിസിൻ കൂടാതെ കാണപ്പെടും. ഇത് കൊക്കൂണിൽ കാണപ്പെടുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ത്രെഡ് വരുന്നതാണ്. ആ ത്രെഡിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിന്റെ ഒരു എൻലാർജ്ഡ് പോർഷൻ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ഫൈബ്രോയിൻ ഫിലമെന്റ് ഉണ്ടാകും. ഈ ഫൈബ്രോയിൻ ഫിലമെന്റും സെറിസിൻ പാളിയും കൂടി ചേർന്നിട്ടാണ് ഒരു ഫൈബർ ഉണ്ടാവുക, സിൽക്ക് ഫൈബർ ഉണ്ടാകുക. ആ ഫൈബർ കുറെ എണ്ണങ്ങൾ ചേർന്ന് ഏകദേശം 50ഓളം ത്രെഡുകൾ ചേർന്നിട്ട് ഫൈബ്രിൽസ് ഫോം ചെയ്യും. നോക്കിക്കേ, 1000 മൈക്രോ ഫൈബ്രിൽസ് ചേർന്നിട്ട് ഒരു ഫൈബ്രിൽ ഉണ്ടാകും. കണ്ടോ, ഇങ്ങനെ ഈ ഫൈബ്രോയിനും സെറിസിനും ചേർന്നുള്ള പോളിമർ ചേർന്നിട്ടാണ് മൈക്രോ ഫൈബ്രിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈബ്രിൽ ഉണ്ടാകും. ഓക്കെ, അതിൽ നിന്നാണ് ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് സിൽക്കിന്റെ ഓരോ തരം സിൽക്കിന്റെയും നിറങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൾബറി സിൽക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിൽക്കാണ്. അതിന്റെ നിറം ഏകദേശം മഞ്ഞയും പച്ചയും കളറിന് ഒരു നിറമാണ്. എറി സിൽക്ക് എന്ന് പറയുമ്പോൾ ക്രീമി വൈറ്റ് അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് കളർ വരുന്നത് എറി സിൽക്കിനാണ്. ടസർ സിൽക്കിന് കോപ്പർ ബ്രൗൺ നിറമാണ് വരിക. മുഗ സിൽക്കിന് ഗോൾഡൻ നിറമാണ് വരിക. ഇനി നമുക്ക് സെറികൾച്ചറിന്റെ പ്രക്രിയ എന്താണെന്ന് നോക്കാം. പ്രോസസ് ഓഫ് സെറികൾച്ചറിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ് ഉൾപ്പെടുന്നത്. മോറികൾച്ചർ, പട്ടുനൂൽ പുഴു വളർത്തൽ, സിൽക്ക് റീലിംഗ്. ഇങ്ങനെ 3 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ 3 പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് സെറികൾച്ചർ എന്നുള്ള പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് മോറികൾച്ചർ. മോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾബറി ഇലകളുടെ കൃഷിയെയാണ്
മോറിക്കൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ പുഴു വളർത്തലിനെ നമുക്കറിയാം, പട്ടുനൂലുകളെ ഈ മൾബറി ഇലകളിൽ കൊടുത്ത് അവയെ വളർത്തിയെടുക്കുന്നു. സിൽക്ക് റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് കൊക്കൂണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ കൊക്കൂണുകളിൽ നിന്ന് പട്ടുനൂല് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സിൽക്ക് റീലിംഗ്. ഓക്കെ, ഇവിടെ ഒരു പട്ടുനൂൽ പുഴുക്കൾ ഒരുമിച്ച് നെയ്തുകൊണ്ട് ഒരു നൂല് പോലെ അല്ലെങ്കിൽ പട്ട ഫോം ചെയ്യുന്നു. നമുക്ക് ആദ്യം മോറിക്കൾച്ചർ എന്താണെന്ന് നോക്കാം. മൾബറി ചെടികളുടെ കൃഷിയാണ് മോറിക്കൾച്ചർ എന്ന് പറയുന്നത്. അവയുടെ ഇലകൾ പട്ടുനൂൽ പുഴുവിന് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നു. 3 തരത്തിൽ നമുക്ക് ഇവയെ വളർത്താം. ഒന്ന് വിത്തിട്ട് സീഡിൽ നിന്ന് നമുക്ക് ഇവയെ വളർത്തിയെടുക്കാം. ഇല്ലെങ്കിൽ റൂട്ട് ഗ്രാഫ്റ്റിംഗ് വഴിയോ അല്ലെങ്കിൽ സ്റ്റെം ഗ്രാഫ്റ്റിംഗ്, തണ്ടൊട്ടിക്ക എന്ന് പറഞ്ഞ സ്റ്റെം ഗ്രാഫ്റ്റിംഗ് വഴിയോ നമുക്ക് മൾബറി ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെം ഗ്രാഫ്റ്റിംഗ് ആണ്. മൾബറി ഇലകള് കണ്ടോ, അത് നമ്മളിങ്ങനെ തൈകള് ധാരാളം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ വളർത്തിയെടുക്കും. ഇതിനെയാണ് എന്ത് പറയുക, മോറിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെം ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 22 സെന്റിമീറ്റർ നീളവും കുറഞ്ഞത് 3 മുകുളങ്ങൾ, ഏകദേശം 3 ബഡെങ്കിലും മിനിമം ഉള്ള ഒരു തണ്ട് വെട്ടിയെടുക്കും. എന്നിട്ട് അതിനെ തണ്ട് വെട്ടി ഈ മുതിർന്ന മൾബറി ചെടിയുടെ തണ്ടിൽ നിന്ന് അതിനെ വെട്ടിയെടുക്കും. എന്നിട്ട് ഇത് ഒന്നുകിൽ നമ്മൾ നേരിട്ട് കുഴിച്ചിടാം, തണ്ട് വെട്ടിയെടുത്തത് നേരിട്ട് നടാം, അല്ലെങ്കിൽ അത് നഴ്സറിയിൽ സൂക്ഷിച്ച് അതിൽ നിന്ന് ശരിക്കും ബഡ്സ് ഒക്കെ വളർന്ന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായതിനു ശേഷം പറിച്ചു നടാം. ഓക്കെ, 1 കിലോഗ്രാം മൾബറി ഇലകൾ ഏകദേശം 50 പട്ടുനൂൽ പുഴുക്കൾ പോഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഒരു 50 പട്ടുനൂൽ പുഴുക്കൾക്ക് വരെ നമ്മൾ 1 കിലോഗ്രാം മൾബറി ഇലകൾ നൽകണം. പട്ടുനൂൽ പുഴു വളർത്തലാണ് രണ്ടാമത്തെ ഘട്ടം. സെറികൾച്ചറില് പെൺ പട്ടുനൂൽ പുഴു മുട്ടയിടുന്നതിലൂടെയാണ് പട്ടുനൂൽ വളർത്തൽ പ്രക്രിയ ആരംഭിക്കുന്നത്. പട്ടുനൂൽ പുഴു വളർത്തൽ പ്രക്രിയ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പെൺ പട്ടുനൂൽ പുഴു മുട്ടയിടുന്നതിലൂടെ. സാധാരണയായി ഒരു പെൺ പട്ടുനൂൽ പുഴുവിൽ നിന്ന് 300 മുതൽ 500 മുട്ടകൾ വരെ ലഭിക്കും. ഈ മുട്ടകൾ ഒരു പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നീട് 2% ഫോർമലിൻ ലായനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കും. ഒരു വളർത്തൽ ട്രേയില് മൾബറി ഇലകൾ അരിഞ്ഞ് വിതറും. എന്നിട്ട് ഒരു ഫീഡിംഗ് ബെഡ് തയ്യാറാക്കും. ഈ വിരിഞ്ഞ ലാർവകളെ ബ്രഷിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ഈ ട്രേയിലേക്ക് സൂക്ഷ്മമായി മാറ്റും. ഈ ട്രേകളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി ഫോം സ്ട്രിപ്പുകൾ വെള്ളത്തിൽ മുക്കി വെക്കും. ഇവിടെ കണ്ടോ, ഇങ്ങനെ കുറെ ട്രേകളുണ്ട്. ആ ട്രേയില് നമ്മൾ മൾബറിയുടെ ലീഫ് അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ബ്രഷിംഗ് എന്നുള്ള ഒരു പ്രക്രിയ വഴി ഈ പട്ടുനൂൽ പുഴുക്കളെ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അവര് നല്ല കാര്യമായിട്ട് ആ മൾബറി ഇലകളിൽ തിന്ന് അവര് വളരും. വളർന്നിട്ട് അവര് പ്യൂപ്പകളായി മാറുന്ന ഘട്ടത്തിലാണ് കൊക്കൂണ് പ്രൊഡ്യൂസ് ചെയ്യുക. പട്ടുനൂൽ പുഴു ലാർവകൾക്ക് തുടക്കത്തിൽ നല്ല വിശപ്പായിരിക്കും. വൊറേഷ്യസ് ഈറ്റേഴ്സ് ആണ് അവര്. അവ വളരുമ്പോൾ അവയുടെ സജീവ ഘട്ടം വരെ അവയുടെ വിശപ്പ് നല്ലപോലെ വിശപ്പുണ്ടാകും. അത് കഴിയുമ്പോൾ വിശപ്പ് പയ്യെ കുറയും. പ്രായപൂർത്തിയായതിനു ശേഷം ഈ ലാർവകൾ അവയുടെ പ്യൂപ്പേഷൻ ആരംഭിക്കും. ഈ പ്യൂപ്പേഷൻ ആരംഭിക്കുന്ന ഘട്ടത്തില് ഇവയുടെ ശരീരം ചുരുങ്ങുകയും അർദ്ധസുതാര്യമാവുകയും ചെയ്യും. ഈ മുതിർന്ന ലാർവകളാണ് കൊക്കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊക്കൂൺ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവയുടെ തലയിൽ 2 ഉമിനീർ ഗ്രന്ഥികളുണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൽ നിന്ന് ആണ് അവയുടെ ആ സലൈവയാണ് എന്തായിട്ട് മാറുക? കൊക്കൂണായിട്ട് മാറുക. അപ്പൊ ഈ ഉമിനീര് ഇങ്ങനെ സ്രവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ ഉമിനീര് ദൃഢമാകും. എന്നിട്ടത് പട്ടുനൂലായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കേ, ഒരു ലാർവ ഉണ്ടോ? ഇവിടെ അതിന്റെ ത്രെഡുകൾ ഫോം ചെയ്യാൻ തുടങ്ങിയത് കണ്ടോ? അതിന്റെ സലൈവയാണ് എന്തായിട്ട് മാറുക? എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹാർഡായിട്ട് മാറിയിട്ട് ത്രെഡുകളായിട്ട് മാറുന്നത്. അങ്ങനെ ഇവ ഓരോന്നും അവയ്ക്ക് ചുറ്റിനും എന്തുണ്ടാക്കും? കൊക്കൂണുകൾ ഉണ്ടാക്കും. അവസാനം ഇതുപോലെ ഒരു ഷെല്ല് പോലുള്ള സ്ട്രക്ചറായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവയെ ഇങ്ങനെ ഒരു വീല് പോലത്തെ ഒരു സ്ട്രക്ചറിൽ നമ്മളിതിനെ അടുക്കി വെക്കും. ഈ കൊക്കൂണുകൾ അങ്ങനെയാണ് നിരത്തി വെക്കുക. സാധാരണയായി ഒരു കൊക്കൂൺ നൂൽക്കാനായിട്ട് ഏകദേശം 2 തൊട്ട് 3 ദിവസം വരെ എടുക്കും. എന്നിരുന്നാലും
ചില ഇനം പട്ടുനൂൽ പുഴുക്കൾക്ക് അവയുടെ കൊക്കൂണുകൾ നോക്കാൻ ഏകദേശം 4 ദിവസം വരെ എടുക്കാം. ഈ കൊക്കൂണുകൾക്കുള്ളില് ലാർവകൾ രൂപാന്തരണത്തിന് വിധേയം മെറ്റമോർഫോസിസ് നടക്കുകയും പ്യൂപ്പയായിട്ട് മാറുകയും ചെയ്യും. ഇനി അടുത്ത പ്രോസസ്സാണ് സിൽക്ക് റീലിംഗ്. സെറികൾച്ചറിന്റെ അവസാന ഘട്ടമാണ് സിൽക്ക് റീലിംഗ്, അതായത് കൊക്കൂണുകളിൽ നിന്ന് പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ആദ്യം എന്താ ചെയ്യുക? ഈ കൊക്കൂണ് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് നീരാവിയും വരണ്ട ചൂടും ഏൽപ്പിച്ച് പ്യൂപ്പകളെ കൊല്ലും. ഈ പ്രക്രിയയെ സ്റ്റെഫ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് സ്റ്റെഫ്ലിംഗ്? പിന്നീട് റീലിംഗ് എന്ന പ്രക്രിയയിലൂടെ പട്ടുനാരുകൾ ഈ ചത്ത കൊക്കൂണിൽ നിന്ന് നീക്കം ചെയ്യും. കൊക്കൂണുകൾ ഏകദേശം 15 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ പട്ടുനാരുകളുടെ ഒട്ടിപ്പിടിക്കൽ കുറയും. അതായത് കൊക്കൂണുകളെ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ ഈ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത് കുറയും. അപ്പൊ നമുക്ക് ഈ നാരുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാകും. പിന്നീട് ഗൈഡുകളും പുള്ളികളും ഒക്കെ ഉപയോഗിച്ച് ഒരു ഗൈഡുകളുടെയും പുള്ളികളുടെയും ഒരു പരമ്പരയുടെ സഹായത്തോടെ ഈ നാരുകൾ ഒരു നൂലായിട്ട് വളച്ചെടുക്കുന്നത്. അതായത് കുറെ പുള്ളികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക? പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ നാരുകൾ നൂലായിട്ട് എടുക്കുന്നത്. ഇതിന് തിളക്കം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഈ പട്ട് വീണ്ടും തിളപ്പിക്കും. അപ്പൊ അതിന് തിളക്കം കൂടും. ഒരു പട്ട് നൂലിൽ ഏകദേശം 50 നൂലുകളോളം അടങ്ങിയിരിക്കുന്നു. ഒരു കൊക്കൂണിൽ നിന്ന് 900 മീറ്റർ 900 മീറ്റേഴ്സ് നീളമുള്ള നാരുകൾ ലഭിക്കും. അങ്ങനെ പട്ടുനൂലിൽ നിന്ന് അസംസ്കൃത പട്ട് ലഭിക്കുകയും സെറികൾച്ചർ പ്രക്രിയ പൂർത്തിയാകുകയും ചെയ്യുന്നു. അതായത് കണ്ടോ, ഇതാണ് പുള്ളീസ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളികളും ഗൈഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ കൊക്കൂണുകളിൽ നിന്ന് നാരുകളെ വേർതിരിച്ചെടുക്കുന്നു. ഇതിനെയാണ് സിൽക്ക് റീലിംഗ് എന്ന് പറയുന്നത്. ഇനി സെറികൾച്ചർ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഈ പട്ടുനൂൽ പുഴുവിനുണ്ടാകുന്ന അസുഖങ്ങളാണ്, രോഗബാധകളാണ് ഇവ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. പട്ടുനൂൽ പുഴുവിന്റെ ലാർവകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നിരവധി കീടങ്ങൾ ഭീഷണിയാകുന്നുണ്ട്. ഫെബ്രൈൻ, ഫ്ലാഷറി തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് ഇവ ഇരയാകുന്നു. ഫെബ്രൈൻ രോഗം മുട്ടകളെയാണ് ബാധിക്കുക. ഇത് ലാർവകൾ വിരിയുന്നതിന് മുമ്പ് തന്നെ അവ മരിക്കാനായിട്ട് ഇടയാകും. പിന്നെ അതുപോലെ തന്നെ ചിലത് വിരിഞ്ഞാൽ തന്നെ ഈ രോഗം ബാധിച്ച ലാർവയിൽ കറുത്ത പാടുകൾ ഉണ്ടാവുകയും അതിനൊരു മന്ദത, അലസത അനുഭവപ്പെടുകയും ചെയ്യും. ലാർവകളിലെ വൈറൽ അണുബാധകൾ അവയുടെ ശരീരം ചുരുങ്ങുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ അവയ്ക്ക് അസുഖകരമായ ദുർഗന്ധം ഉണ്ടാകാനും തുടങ്ങും. മറ്റൊരു വൈറൽ അണുബാധയാണ് സൈറ്റോപ്ലാസ്മിക് പോളിഹൈഡ്രോസിസ്. അതിന്റെ ഫലമായിട്ട് ലാർവകൾക്ക് വിശപ്പ് നഷ്ടപ്പെടുകയും അവ വളരുന്നത് കുറയുകയും ചെയ്യും. ഫംഗസ് മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് മസ്കാർഡിൻ. ഇത് അവയെ വീക്കാക്കും, വളരെയധികം ദുർബലപ്പെടുത്തുകയും ഒടുവിൽ അവ ചത്തുപോവുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും. ചില വണ്ടുകളുടെ ലാർവകള് ഈ പട്ടുനൂൽ പുഴുവിന്റെ കൊക്കൂണുകൾ തുരന്നിട്ട് അതിനുള്ളിൽ നിന്ന് പ്യൂപ്പയെ തിന്നും. അങ്ങനെ കേടായി പോയ കൊക്കൂണിൽ നിന്ന് പട്ട് പുറത്തെടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ വണ്ടുകളുടെ ലാർവകൾ കൊക്കൂണ് തുരക്കത്തില്ലേ, അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫൈബർ ആയിട്ട് കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ കേടായ കൊക്കൂണുകളിൽ നിന്ന് നമുക്ക് പട്ട് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കാതെ വരും. അതുപോലെ ചില മൈറ്റുകള് പട്ടുനൂൽ പുഴുക്കളെ കൊല്ലുന്ന ടോക്സിൻസ് പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാമാണ് സെറികൾച്ചർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. അപ്പൊ ഇത്രയുമാണ് സെറികൾച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് നമുക്ക് ഫൈലം ഒനൈക്കോഫോറയാണ്. ഫൈലം ഒനൈക്കോഫോറ ആക്ച്വലി ആർത്രോപോഡയുടെ ക്ലാസിഫിക്കേഷന്റെ കൂടെ പഠിക്കേണ്ടതാണ്. അപ്പോ ഹണി ബീസിന്റെ കാസ്റ്റ് സിസ്റ്റം എല്ലാം കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കൂടെയാണ് ഉൾപ്പെടുത്തിയത്. അതും സെറികൾച്ചറും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്ത് ആയാലോ എന്ന് കരുതിയിട്ടാണ് ഇത് രണ്ടും രണ്ടാക്കിയത്. ഒനൈക്കോഫോറ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ അത് ക്ലാസിഫിക്കേഷന്റെ കൂടെ പഠിക്കണം കേട്ടോ. ആർത്രോപോഡയുടെ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് പണ്ട് ഒനൈക്കോഫോറ പഠിച്ചിരുന്നത്. പക്ഷെ അതിനെ സെപ്പറേറ്റ് ഫൈലമായിട്ട് കണക്കാക്കപ്പെടുന്ന രീതിയും ഇപ്പോൾ നിലവിലുണ്ട്. നമുക്ക് ഫൈലം ഒനൈക്കോഫോറയെ കുറിച്ച് പഠിക്കാം. ഭൂമിയിലെ ഏറ്റവും പുരാതന ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആർത്രോപോഡ ഫൈലത്തിലെ ഒരു വർഗമായും സ്വതന്ത്ര ഫൈലമായും ഇതിന് സ്ഥാനം നൽകുന്ന ജന്തുശാസ്ത്രജ്ഞരുണ്ട്. അപ്പോൾ ഒനൈക്കോഫോറ എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ഒരു ജീവിയാണ്. അധികം എവല്യൂഷൻ നടന്നിട്ടില്ലാത്ത ഒരു ജീവി വർഗമാണ് ഒനൈക്കോഫോറ എന്ന് പറയുന്നത്. പലരും ഇതിനെ ആർത്രോപോഡ ഫൈലത്തിലെ ഒരു വർഗമായിട്ടും കണക്കാക്കുന്നുണ്ട്. അതേസമയം ഇവയെ സെപ്പറേറ്റ് ഒരു സ്വതന്ത്ര ഫൈലമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. കരയിൽ കാണുന്ന ആർത്രോപോഡുകളിലെ ഏറ്റവും പ്രാകൃത ജീവികളാണിവ. നമ്മളിപ്പോ ആർത്രോപോഡിന്റെ ഒരു വിഭാഗമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കരയിൽ കാണുന്ന ആർത്രോപോഡുകളിൽ ഉൾപ്പെടുന്നതാണ്
അതിൽ ഏറ്റവും പ്രാകൃതമായ വിഭാഗമാണ് ഇവര്. പട്ടുപോലെ മൃദുലവും നീണ്ടതുമായ ശരീരത്തോടു കൂടിയ ഈ ചെറു പുഴുക്കൾക്ക് കാഴ്ചയിൽ കാറ്റർപില്ലറിനോടാണ് സാദൃശ്യം. അതുകൊണ്ട് തന്നെ ഇവയെ വെൽവെറ്റ് പുഴുക്കൾ വെൽവെറ്റ് വേംസ് എന്നാണ് അറിയപ്പെടുക. ആദിമ ആർത്രോപോഡുകളുടെ പൂർവികര് ഈ വെൽവെറ്റ് വേംസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒനിക്കോഫോറകളിൽ നിന്നായിരിക്കണം ഇവോൾവ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവയുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒനേക്കോസ് ഫെറിൻ എന്നിങ്ങനെയുള്ള 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഒനേക്കോഫോറയുടെ ഉത്ഭവം. ഇതിലെ അംഗങ്ങൾക്ക് ഉദ്ദേശം 20 സെന്റിമീറ്റർ നീളമുണ്ടായിരിക്കും. തല ശരീരത്തോട് ചേർന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആയിരിക്കും. ഒരു ജോഡി ലളിത നേത്രങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള ഐസ്, അതുപോലെ തന്നെ നീളം കുറഞ്ഞ പല ഖണ്ഡങ്ങൾ ചേർന്ന സ്പർശിനികൾ, ആന്റിന് സെഗ്മെന്റഡ് ആയിട്ടാണ് കാണുക. ബോധേന്ദ്രിയമായി വർത്തിക്കുന്ന ഒരു ജോഡി ഓറൽ പാപ്പിലകൾ, അതായത് സെൻസ് ഓർഗൻ ആണ് ഓറൽ പാപ്പില്ല എന്ന് പറയുന്നത്. ഇവയെല്ലാം നമുക്ക് ഈ പുഴുക്കളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സ്ലൈം ഗ്ലാൻഡുകൾ ഓറൽ പാപ്പിലകളിലേക്ക് തുറക്കുന്നുണ്ട്. ഇതാ ഇവിടെ ബോഡി സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഐസ് ഇവിടെ ചെറിയ ഡോട്ടുകളായിട്ട് കാണാൻ സാധിക്കും. ബ്രെയിൻ ഉണ്ട്, ഗട്ട് ഉണ്ട്, ദെൻ ആന്റിനാസ് ഉണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് ഓറൽ പാപ്പില്ലേ. ദെൻ ഇവരുടെ ഹാർട്ട് ട്യൂബുലർ ഹാർട്ടാണ്. കാലുകൾ മസ്കുലാർ ആണ്. എന്നിട്ട് അതിന്റെ എൻഡില് ഒരു രണ്ടായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട് ക്ലോ പോലെയുള്ള സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്ലൈം ഗ്ലാൻഡുകളും ഇവയിൽ കാണപ്പെടുന്നുണ്ട്. 15 മുതൽ 43 വരെ ജോഡി കുറുകിയ കാലുകൾ ഉണ്ടായിരിക്കും. ഈ കാലുകൾ ഖണ്ഡങ്ങൾ ചേർന്നുണ്ടായവയല്ല. ആർത്രോപോഡിന്റെ പോലെ സെഗ്മെന്റഡ് ആയിട്ടുള്ള ലെഗ്സ് അല്ല ഇവയ്ക്ക് കാണുക. രണ്ടായി തിരിഞ്ഞിട്ടുള്ള നഖങ്ങളിൽ അവസാനിക്കുന്ന ഈ കാലുകളാണ് ഈ പുഴുക്കൾക്ക് ഒനേക്കോഫോറ ക്ലോ ബെയറിംഗ് എന്ന പേര് നേടിക്കൊടുത്തത്. ഇതാ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ എഡ്ജ് ഈ ഒരു ലെഗിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എഡ്ജ് ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞിട്ട് ഒരു ക്ലോ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് ഇവയുടെ പേര് ഒനേക്കോഫോറ എന്ന് വന്നത്. മുറിയുന്ന വായ്ത്തലയുള്ള ഒരു ജോഡി ഹനുക്കള്, ജോസ്, ഇവയ്ക്ക് കാണപ്പെടുന്നു. അതുപോലെ ഹീമോസിൽ ആണ് ഇവയുടെ സീലോം. ശരീര അറ, ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് ഹീമോസിൽ ആണ്. ട്രക്കിയൽ ട്യൂബ്യൂളുകളാണ് ശ്വസന വ്യൂഹം. അതൊരു ആർത്രോപോഡൻ ക്യാരക്ടർ ആണ് അല്ലെ. നെഫ്രീഡിയകളാണ് വിസർജന വ്യൂഹമായിട്ട് പ്രവർത്തിക്കുക. ഇത് അനലിഡൻ ക്യാരക്ടറാണ്. ലിംഗഭേദം ദൃശ്യമായ ഇവയിൽ പ്രത്യുൽപാദന അവയവങ്ങൾ ജോഡിയായിട്ടാണ് കാണപ്പെടുക. ഇനി അനലിഡുകളുടെയും ആർത്രോപോഡുകളുടെയും പല സ്വഭാവ സവിശേഷതകളും ഇവ പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അനലിഡുകളുടെയും ആർത്രോപോഡുകളുടെയും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അനലിഡുകളെയും ആർത്രോപോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട്, കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കൂടുതൽ ജന്തുശാസ്ത്രജ്ഞരും ഈ വെൽവെറ്റ് പുഴുക്കളെ, അതായത് ഒനേക്കോഫോറയെ കരുതുന്നു. നമുക്ക് ഇവയുടെ അഫിനിറ്റീസ് പഠിക്കാനുണ്ട്. അപ്പൊ ആർത്രോപോഡൻ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപാംഗങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഹനുക്കള്, അതായത് അപ്പൻഡേജസ് മോഡിഫൈ ചെയ്തിട്ടാണ് ജോസ് ആയിട്ട് മാറിയേക്കുന്നത്. ഹീമോസീൽ, അതൊരു ആർത്രോപോഡൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സീലോം എന്നുള്ളതും ആർത്രോപോഡൻ ക്യാരക്ടറാണ്. അനലിഡൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. കണ്ണുകളുടെ ഘടന സിമ്പിൾ ആയിട്ടുള്ള ഐസ് ആണ് കാണുക. നെഫ്രീഡിയകളുടെ സാന്നിധ്യവും അനലിഡൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഇല്ലാത്ത ഡൈജസ്റ്റീവ് സിസ്റ്റം, സിമ്പിൾ ആയിട്ടുള്ള കുടൽ എന്നിവയും അനലിഡൻ സ്വഭാവങ്ങളാണ്. ഇനി ഒനിക്കോഫോറകൾക്ക് തനതായ സവിശേഷതകളുണ്ട്. അതായത് അനലിഡ്സിന്റെ ആർത്രോപോഡയുടെയും ക്യാരക്ടർ അല്ലാതെ ഒനിക്കോഫോറയിൽ മാത്രം കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ് നോക്കാം. ഒരേ ഒരു ജോഡി ഹനുക്കളാണ്. ഹനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ എന്നാണ് അർത്ഥം. ഓക്കെ, ഖണ്ഡങ്ങളായി വേർതിരിഞ്ഞിട്ടില്ലാത്ത ശരീരമാണ്. ഗാംഗ്ലിയകൾ ഇല്ലാത്തതും വേർതിരിച്ചുള്ളതുമായ നാഡീതന്ത്രികൾ കാണപ്പെടുന്നു. അതൊക്കെ കൊണ്ട് ഇവയെ ഒരു സ്വതന്ത്ര ഫൈലത്തിന്റെ സ്ഥാനം നൽകാൻ ചില ശാസ്ത്രജ്ഞർ തയ്യാറാകുന്നു. അപ്പോൾ ഒനിക്കോഫോറകളുടെ തനതായ സവിശേഷതകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി ഇവയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക. ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം വേർപെട്ട് കിടക്കുന്ന രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടെത്തിയിട്ടുള്ളത്. ടിബറ്റ്, മധ്യ അമേരിക്ക, ഓസ്ട്രേലിയ, കോങ്കോ തുടങ്ങി ഭൂമിശാസ്ത്രപരമായി വളരെയധികം വേർപെട്ട് കിടക്കുന്ന രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടെത്തിയിട്ടുള്ളത്. ഏഷ്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. പക്ഷേ അന്റാർട്ടിക്കയിലും യൂറോപ്പിലും ഇവയെ കാണപ്പെടുന്നില്ല.
ഇരുണ്ടതും ഈർപ്പം നിറഞ്ഞതുമായ സ്ഥലങ്ങളിലെ മണ്ണിലാണ് ഇവ ജീവിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ തന്നെ ഇവ എണ്ണത്തിൽ വളരെ കുറവാണ്. ഇക്കൂട്ടത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജീനസിന്റെ പേരാണ് പെരിപാറ്റസ്. ഇതിൽ ഏകദേശം 70 സ്പീഷീസുകൾ, പെരിപാറ്റസിൽ തന്നെ 70ഓളം സ്പീഷീസുകൾ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. 570 ദശലക്ഷത്തോളം വർഷങ്ങളായിട്ട് യാതൊരു പരിണാമവും ഏൽക്കാതെ നിൽക്കുന്ന ഇവ ജീവിക്കുന്ന ജീവാശ്മങ്ങൾ ആയി കണക്കാക്കപ്പെടുന്നു. ജീവാശ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ലിവിങ് ഫോസിൽസ്. ഓക്കെ, ലിവിങ് ഫോസിൽസ് ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്, കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ആരൊക്കെ തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ്? ആർത്രോപോഡയും അനലിഡയും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പെരിപാറ്റസിനെ അല്ലെങ്കിൽ ഫൈലം ഒനൈക്കോഫോറയെ കണക്കാക്കപ്പെടുന്നു. നിശാചാരിയായ മാംസബുക്കാണ് പെരിപാറ്റസ്. കാർണിവോറസ് ആണ്. ചെറിയ ചെറിയ പ്രാണികളാണ് ഇവയുടെ ഭക്ഷണമായിട്ട് വരിക. രാത്രിയിലാണ് ഇവ ആക്റ്റീവ് ആകുക. നിശാചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലാണ് ആക്റ്റീവ് ആകുക. നോക്ടേണൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ഇവ പ്രാണികളെ, ചെറിയ പ്രാണികളെയാണ് ഭക്ഷിക്കുന്നത്. ഇവയുടെ സ്ലൈം ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓറൽ പാപ്പിലയിലേക്ക് തുറക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇവരുടെ ഒരു സലൈവ പോലെ ഒരു സ്ലൈം ഇങ്ങനെ പുറത്തേക്ക് പുറപ്പെടുവിക്കും. അപ്പൊ ഈ പ്രാണികളിൽ ചെന്ന് ഈ സ്ലൈം പറ്റി പിടിച്ചിട്ട് അത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ, അതായത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ സ്ലൈം സോളിഡിഫൈ ചെയ്യും. അതായത് അത് കട്ടിയാവും. കട്ടിയായി മാറി കഴിയുമ്പോൾ ഈ പ്രാണിക്ക് അനങ്ങാൻ പറ്റാതെ ഇരിക്കും. എന്നിട്ട് ഈ പെരിപാറ്റസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പയ്യെ തുളച്ച് പ്രാണിയുടെ എക്സോസ്കെൽറ്റനും തുളച്ചിട്ട് ഉള്ളിലേക്ക് ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് അത് സക്ക് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുക. അങ്ങനെയാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെരിപാറ്റസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫൈലം ഒനൈക്കോഫോറയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നന്നായി പഠിക്കുക. നമ്മളുടെ എക്സാം ഡേറ്റ് വന്നതായിട്ട് അറിഞ്ഞല്ലോ അല്ലെ? August 4th ആണ് എക്സാം ഡേറ്റ്. എല്ലാവരും കൺഫർമേഷൻ മറക്കാതെ തന്നെ എത്രയും വേഗം തന്നെ കൊടുക്കുക. നമുക്ക് അതാത് ജില്ലകളിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാള് മലപ്പുറത്ത് എഴുതിയാലോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരാള് ആലപ്പുഴയിൽ വെച്ചാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചാലും നമുക്ക് ഓപ്ഷൻ, നമ്മൾ വേറെ ജില്ലകളാണ് കൊടുത്തതെങ്കിലും നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. അത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ ബാക്കി ക്ലാസ്സുകളും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഊർജിതമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.